രണ്ടാമത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടുപ്പമാണ് ഈമാൻ്റെ അടിസ്ഥാനം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്ര നമുക്ക് അടുപ്പം കാണിക്കാൻ പറ്റുന്നുണ്ടോ അത് ഈമാൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ആളുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു നേട്ടം നബി തങ്ങളെ ശരിക്കും മനസ്സിലായി എന്നുള്ളതാണ്. പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി വന്നത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സ്ത്രീകളിൽ നിന്ന് ആദ്യമായിട്ട് വന്നത് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരിക്കൽ നബിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹിൻ്റെ റസൂലെ, നിങ്ങളെ അള്ളാഹു തആല നബിയാക്കി നിയോഗിക്കുന്നതിൻ്റെ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടി പറ്റും. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല ആൾക്ക് ഇങ്ങനെ ഒരാൾ വിരലൊക്കെ ഇങ്ങനെ ഈമ്പി വൃത്തിയാക്കുകയാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, ഇതൊരു മോശപ്പെട്ട കൾച്ചറാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് മാറുകയാണ്. ഇതൊരു മോശപ്പെട്ട കൾച്ചറാണ് എന്ന് പറയുമ്പോൾ അത് ശരിയല്ലേ, ആൾക്കാരുടെ ഇടയിൽ നിന്ന് വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നിയാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചര്യയെ മോശപ്പെട്ട കൾച്ചർ എന്ന് നമ്മൾ വിലയിരുത്തുന്നതിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. വാക്കുകളിലൊക്കെ നല്ലോണം സൂക്ഷിക്കാറുണ്ട്. ഈ കൗമാണ് തീരെ നേരാകാത്തതെന്ന് പറയും ചിലപ്പോൾ. ഏത് കൗമിനെ പറ്റി നമ്മൾ ഈ പറഞ്ഞതെന്നറിയോ? ലോകത്തെ ഏറ്റവും പരിശുദ്ധരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ പറ്റി. നമ്മക്കാണ് സ്വർഗ്ഗം ആദ്യം ഉദ്ഘാടനം ചെയ്യണത്, നമുക്കാണ് സ്വർഗത്തേക്ക് ആദ്യം പ്രവേശനം നൽകുന്നത്. 120 വരികൾ സ്വർഗത്തിലേക്കുണ്ടാവുമെന്നും അതിൽ 90 വരി എൻ്റെ ഉമ്മത്തായിരിക്കുമെന്നും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പ്രബോധന രംഗത്തേക്ക് എല്ലാവരും മുന്നിട്ടിറങ്ങണം. സമസ്തയിലേക്ക് ആളുകളെ അടുപ്പിക്കണം. അത് നമ്മുടെ ഒരു ആവേശമായിട്ട് മാറണം. സമസ്ത ഒരു ആവേശം ഉണ്ടായാൽ എന്താ കിട്ടുക? ആവേശം ഉണ്ടായാൽ പാട്ടൊക്കെ പാടും. അങ്ങനെയാണ്.